മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഡാം സന്ദർശിക്കുകയാണ്. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാജേഷ് കശ്യപ് അധ്യക്ഷനായ 5-അംഗ സമിതിയാണ് പരിശോധന നടത്തുന്നത്. എല്ലാ വർഷവും ഡാമിൽ പരിശോധന നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. അതിനിടെ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പോലീസ് തടയുകയുണ്ടായി. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നതാണ് എസ്ഐയുടെ വിശദീകരണം. സുബിൻ തോമസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, വിശദാംശങ്ങൾ. 10 മണിയോടുകൂടിയാണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഡാം സന്ദർശനത്തിനായി പുറപ്പെട്ടത്. തേക്കടിയിൽ നിന്നും ബോട്ട് മാർഗമാണ് അവർ യാത്ര ആരംഭിച്ചത്. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ 5-അംഗ സമിതിയാണ് പരിശോധന നടത്തുന്നത്. എല്ലാ വർഷവും ഡാമിൽ പരിശോധന നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2024 പരിശോധനകളാണ് നിലവിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് 2023 മാർച്ച് മാസത്തിലാണ് സമിതി മേൽനോട്ട സമിതി എത്തി പരിശോധനകൾ നടത്തിയത്. പ്രധാനമായും ഈ 2023 ശേഷം ഡാമിൽ നടന്നിട്ടുള്ള അറ്റകുറ്റപ്പണികൾ, അതുപോലെ തന്നെ വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള വനമേഖലയിലുള്ള റോഡിന്റെ അവസ്ഥ, കൂടാതെ നിലവിലെ ഡാമിന്റെ അവസ്ഥ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഈ മേൽനോട്ട സമിതി പരിശോധിക്കും. ബേബി ഡാം, അതുപോലെ തന്നെ സ്പിൽവേ തുടങ്ങിയവയും വിശദമായ പരിശോധന നടത്തും. ഈ ഷട്ടർ ഉയർത്തിയുള്ള പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഈ മഴക്കാലം ആരംഭിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഡാം തുറക്കേണ്ടതായിട്ടുള്ള സാധ്യത വന്നാൽ അത് ഏത് തരത്തിൽ അതിനെല്ലാം ക്രമീകരണങ്ങൾ നടത്തണമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിദഗ്ധമായി പരിശോധന നടത്തും. ഈ കമ്മീഷനൊപ്പം ഈ രാകേഷ് കശ്യപിനൊപ്പം കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ് ആണ് ഈ ഒരു സംഘത്തിനൊപ്പം ഉള്ളത്. ആർ പ്രയേഷ് ആണ് തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം 3 മണിയോടുകൂടി അവർ തിരികെ തേക്കടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. അതിനുശേഷം തേക്കടിയിൽ വാരിണി നിവാസിൽ യോഗം ചേർന്ന് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുമെന്നാണ് നിലവിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഈ ഒരു ഉദ്യോഗസ്ഥർ, അതായത് ഈ വിദഗ്ധ സമിതി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ, കേരള പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമപ്രവർത്തകരെ വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യം പകർത്തുന്നത് തടഞ്ഞത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ എസ്ഐ ആണ് ഇത്തരത്തിലുള്ളൊരു നടപടി എടുത്തിട്ടുള്ളത്. മുമ്പ് ഈ ഉദ്യോഗസ്ഥർ കയറി പോകുന്നത്, നമുക്ക് ഈ ഒരു ഡാമിന്റെ സൈഡിൽ ഇവർ ബോട്ടിൽ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനുള്ള അനുമതി കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത് മുകളിൽ ഈ ഒരു തേക്കടിയിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഈ ഡാമിലേക്ക് ഇറങ്ങുന്ന ഗേറ്റിൽ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി സുബിൻ.